ഹലോ, വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് കറി തയ്യാറാക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ബീഫ് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി, സവാള ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്. വലിയ സ്പൂണിന് 1/2 സ്പൂൺ ബീഫ് മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വലിയ സ്പൂണിന് 1/2 സ്പൂൺ മല്ലിപ്പൊടി, വലിയ സ്പൂണിന് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പിടി കറിവേപ്പില ചേർക്കാൻ. നാടൻ കറിവേപ്പിലയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ചെറിയ കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ബീഫ് കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റി സമയം കളയാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 വിസിൽ വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് പത്തിരി നോക്കാം. അങ്ങനെ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ബീഫ് കറിയും പത്തിരിയും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടി തേങ്ങ വറുത്തെടുക്കാം. ചിക്കൻ കറിക്ക് ഞാനിവിടെ 2 തേങ്ങ ചിരകി വെച്ചതാണിത്. തേങ്ങ വറുക്കാൻ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരകിയ തേങ്ങ ഇതിലോട്ട് ചേർക്കാം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്കായ, 1 പിടി കറിവേപ്പില, 7 കുരുമുളക്, 3 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നന്നായി ഒന്ന് വറുത്തിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ 3 വിസിലായിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങ ഇവിടെ ചെറുതായി മൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ തേങ്ങ ഇവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. 6 വിസിലായി. ഞാനത് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ അരക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നന്നായി പൊടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ കറി തയ്യാറാക്കാനുള്ള ചിക്കൻ ഞാനിവിടെ തക്കാളി, സവാള, മസാലകളൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചതാണിത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാം. കറി താളിക്കാൻ ഞാനിവിടെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പിടി ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി റെഡി ആയതാണ് കേട്ടോ. ഇത് പത്തിരി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.